നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കൺസിഡർ ദ മാട്രിക്സ് P is equal to so and so. Let the transpose of matrix X be denoted by X transpose. Then the number of 3x3 invertible matrices Q with integer entry such that Q inverse is equal to Q transpose, PQ equal to QP. അതായത് Q inverse is equal to Q transpose എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതെന്ത് മാട്രിക്സ് ആണ്. ദാറ്റ് ഈസ് ഗോയിങ് ടു ബി an ഓർത്തോഗണൽ മാട്രിക്സ്. ഓക്കെ, അപ്പോൾ ഇത് ആക്ച്വലി മാട്രിസസ് ആൻഡ് ഡിറ്റർമിനന്റിലെ കൗണ്ടിങ് പ്രോബ്ലം ആണ് കേട്ടോ. വളരെ കോമൺ ആയിട്ട് ചോദിക്കുന്നത്, ഈവൻ ജെഇമെയിനൊക്കെ നിരന്തരം ചോദിക്കുന്ന ഒരു കൗണ്ടിങ് പ്രോബ്ലം ആണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. കറക്റ്റായിട്ട് കൗണ്ട് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കറക്റ്റ് ഉത്തരം കിട്ടും, തെറ്റി പോവില്ല. ക്യൂ എന്ന് പറഞ്ഞ സാധനം ഓർത്തോഗണൽ മാട്രിക്സ് ആണ്. ഓർത്തോഗണൽ മാട്രിക്സ് ആയി കഴിഞ്ഞാൽ നമുക്കറിയാം ക്യൂവിൻ്റെ കോളംസും അല്ലെങ്കിൽ റോസ് എടുത്തു കഴിഞ്ഞാൽ അതെന്തായിരിക്കും, ഓർത്തോ നോർമൽ ആയിരിക്കും. അതിൻ്റെ കോളം വെക്ടേഴ്സ് നമ്മൾ Q1, Q2, Q3 എടുത്തു കഴിഞ്ഞാൽ അതെന്തായിരിക്കും, ഓർത്തോ നോർമൽ ആയിരിക്കും. ഓർത്തോ നോർമൽ എന്ന് പറഞ്ഞാൽ പെയർ വൈസ് ഓർത്തോഗണൽ ആയിരിക്കും. ഓക്കെ, ഡോട്ട് പ്രൊഡക്റ്റ് 0 ആയിരിക്കും. അതേപോലെ തന്നെ നോർമലൈസ്ഡ് ആയിരിക്കും. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്തായിരിക്കും, 1 ആയിരിക്കും. അപ്പോൾ ഓർക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇത് ഓൾറെഡി നമ്മൾ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. എന്താണ്, ഒരു ഓർത്തോഗണൽ മാട്രിക്സ് എടുത്തു കഴിഞ്ഞാൽ ആ ഓർത്തോഗണൽ മാട്രിക്സിന്റെ കോളംസ് എന്തായിരിക്കും, ഓർത്തോ നോർമൽ ആയിരിക്കും. ഓക്കെ, യെസ്. ഇനി അവര് ഒരു കാര്യം പറയുന്നുണ്ട്, എന്താണെന്നറിയോ, ഇൻറ്റിജർ എൻട്രീസ് ആണ് പറയുന്നത്. അപ്പൊ ഇൻറ്റിജർ എൻട്രീസ് വരികയാണെങ്കിൽ അതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലായത്, പ്രത്യേകിച്ച് ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇൻറ്റിജർ എൻട്രി വരികയാണെങ്കിൽ സംഭവം എന്തായിരിക്കും, ഈ കോളംസ് എല്ലാം എന്താണ്, വായി തോന്നിയ വാല്യൂസ് ഒന്നും എടുക്കാൻ പറ്റില്ല, ഓർത്തോ നോർമൽ ആയിട്ടുള്ള വെക്ടേഴ്സ് ആയിരിക്കണം. അപ്പോൾ അതിലെടുക്കാവുന്ന വാല്യൂസ് പറഞ്ഞാൽ Q1, Q2, Q3 എല്ലാം എന്തായിരിക്കും, നമ്മളെ പ്ലസ് ഓർ മൈനസ് ഐ, പ്ലസ് ഓർ മൈനസ് ജെ, പ്ലസ് ഓർ മൈനസ് കെ ആയിരിക്കും. സോ ദിസ് വിൽ ബിലോങ്സ് ടു പ്ലസ് ഓർ മൈനസ് ഐ, പ്ലസ് ഓർ മൈനസ് ജെ, പ്ലസ് ഓർ മൈനസ് കെ ആയിരിക്കും എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, ഇതാണല്ലേ പോസിബിലിറ്റീസ്. ഇതിന് പുറമെ അവർ പറയുന്നത് വെച്ചാൽ PQ is equal to QP, അതായത് പിയും ക്യൂവും കമ്മ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ദ നമ്പർ ഓഫ് 3x3 ഇൻവെർട്ടിബിൾ മാട്രിസസ് എന്നാണ് പറയുന്നത്. അപ്പോൾ പിയും ക്യൂവും കമ്മ്യൂട്ട് ചെയ്യുന്നത് കൊണ്ട് PQ is equal to QP തന്നിട്ടുണ്ട്. ആൻഡ് ഞാൻ ചെയ്യാൻ പോകുന്ന, അപ്പോൾ ഇതുവരെ നമ്മൾ ഫിഗർ ഔട്ട് ചെയ്ത കാര്യം മനസ്സിലായോ, ക്യൂ എന്ന് പറയുന്ന സാധനം ഓർത്തോഗണൽ മാട്രിക്സ് ആണ്. ഓർത്തോഗണൽ മാട്രിക്സ് ആയതുകൊണ്ട് കോളംസ് ഓർത്തോ നോർമൽ ആണ്. ആൻഡ് ഇൻറ്റിജർ എൻട്രീസ് കൂടെ ആയതുകൊണ്ട് അതെന്തായാലും മനസ്സിലായി, അത് പ്ലസ് ഓർ മൈനസ് ഐ, പ്ലസ് ഓർ മൈനസ് ജെ, പ്ലസ് ഓർ മൈനസ് കെ ആയിരിക്കും. നമ്മൾ എന്തുണ്ടാവാം, പ്ലസ് ഐ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല, ഐ എന്ന് പറഞ്ഞാൽ 1 0 0 എന്ന് പറഞ്ഞ കോളം വെക്ടർ, ജെ എന്ന് പറഞ്ഞത് 0 1 0 എന്ന് പറഞ്ഞ കോളം വെക്ടർ, കെ എന്ന് പറഞ്ഞത് എന്താണ് 0 0 1 എന്ന് പറഞ്ഞ കോളം വെക്ടർ. അപ്പോൾ അതോ അല്ലെങ്കിൽ അതിന്റെ നെഗറ്റീവ്സ് ആയിരിക്കും നമ്മൾ ഈ ഓർത്തോഗണൽ മാട്രിക്സ് ആയിട്ടുള്ള ക്യൂവിന്റെ കോളംസ്, ബിക്കോസ് ദേ ഹാവ് ഇൻറ്റിജർ എൻട്രീസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. യെസ്. ഇനി അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ PQ is equal to QP. ആ PQ is equal to QP കണ്ടീഷൻ നമുക്ക് എഴുതി നോക്കാം. പക്ഷെ ഞാൻ ചെറിയൊരു ട്രിക്ക് ചെയ്യാൻ പോവാം. ട്രിക്ക് എന്താണെന്ന് വെച്ചാൽ ഈ Pനെ ഞാൻ 2i plus x എന്ന് എഴുതാൻ പോവാം. ഈ x എന്ന് പറഞ്ഞാൽ ആരാ മനസ്സിലായില്ലേ, ആ ബാക്കി വരുന്ന ഒരു 1 ഉണ്ടാവും. 2i എന്ന് പറയുമ്പോൾ 2 0 0 0 2 0 0 0 2, പിന്നെ ഒരു x എന്ന് പറഞ്ഞ സാധനം എന്തായിരിക്കും, x is this matrix 0 0 1 sorry 0 0 0 0 0 0 0 0 1 ഇങ്ങനത്തെ ഒരു സാധനമായിരിക്കും. എന്തിനായി ചെയ്യണമെന്ന് വെച്ചാൽ തന്നിരിക്കുന്ന കണ്ടീഷൻ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാ. ജസ്റ്റ് ഒരു ട്രിക്ക് കേട്ടോ. ഇതിങ്ങനെ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും, പക്ഷേ ഇത് വളരെ എളുപ്പത്തിൽ സംഭവം മാറി കിട്ടും നമുക്ക്. അപ്പോൾ PQ is equal to QPയിൽ 2i plus x into Q ആണ്, Q into 2i plus x എന്ന് കിട്ടും. അപ്പോൾ അതിൽ നോക്കിക്കേ, 2iq അത് 2qi പ്ലസ് xq ഈക്വൽ ടു q2i അതെന്തായി 2qi മാറി പ്ലസ് qx. അപ്പോൾ 2q 2q ക്യാൻസൽ ആയി. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ xq is equal to qx ആയി മാറി. xq is equal to qx. അപ്പോൾ ഇത് വളരെ സിമ്പിൾ കണ്ടീഷനായി മാറി. അതെന്താ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ, അത് കണ്ടീഷൻ നിങ്ങൾക്ക് മനസ്സിൽ ചെയ്യാവുന്നവർക്ക് മനസ്സിൽ ചെയ്യാം, ഇനി എഴുതേണ്ടവർക്ക് വേണ്ടി ഞാനത് എഴുതി തരാം. xq എന്ന് പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ 0 0 0 0 0 0 0 0 1 ടൈംസ് q ഞാൻ ആക്ച്വൽ എലമെന്റ് തന്നെ എഴുതാണ് കേട്ടോ. വെക്ടേഴ്സിന്റെ ടേമിൽ ചിന്തിക്കാവുന്നവർക്ക് വെക്ടേഴ്സിന്റെ ടേമിൽ തന്നെ ചിന്തിക്കാം. ABCD DEF GHI is equal to, ഇവിടെ എന്താ വരാൻ പോണത്, ABCDEF GHI ടൈംസ് 0 0 0 0 0 0 0 0 1. ഓക്കെ, അപ്പം ഇവിടെ വളരെ എളുപ്പത്തിൽ ഇവിടെ എന്താ സംഭവിക്കണമെന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് പറയാം. ഇവിടെ വരാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ എന്തായിരിക്കും, തേർഡ് റോ മാത്രമേ വരുന്നുണ്ടാവുക. കാരണം ഫസ്റ്റ് റോ എല്ലാ എലമെൻറ്റുകളും 0 ആയിപ്പോയി, സെക്കൻഡ് റോ എല്ലാ എലമെൻറ്റുകളും 0 ആയിപ്പോയി, പിന്നെ തേർഡ് റോയിൽ ഇവിടെ G വരും, ഇവിടെ H വരും, ഇവിടെ I വരും. ഇത് മൈൻഡിൽ ചെയ്യാവുന്നവർക്ക് മൈൻഡിൽ ചെയ്യാം കേട്ടോ. റൈറ്റ് സൈഡിൽ എന്താ സംഭവിക്കാൻ പോണത്, റൈറ്റ് സൈഡിൽ നോക്കിക്കുക, ഇവിടെ 0 വന്നു, ഇവിടെ 0 വന്നു, ഇവിടെ C വന്നു,
ഇവിടെ 0 0 എഫ് വന്നു, ഇവിടെ 0 0 ഐ വന്നു. ഇങ്ങനെയാണ് സംഭവം. അപ്പോൾ ഇതിൽ നിന്നൊരു കാര്യം മനസ്സിലായി, നമ്മൾ ക്യൂ എന്ന് പറഞ്ഞ മാട്രിക്സിന്റെ ഏതൊക്കെ എൻട്രീസ് 0 ആയിപ്പോയി? G 0 ആയിപ്പോയി, H 0 ആയിപ്പോയി, അതുപോലെ F 0 ആയിപ്പോയി, C 0 ആയിപ്പോയി. ഓക്കെ, ഇതെല്ലാം എന്തായി പോയിട്ടുണ്ട്? 0 ആയി പോയിണ്ടാവും. ആൻഡ് സോ യുവർ ക്യൂ ഈസ് ഓഫ് ദിസ് ഫോം. Q is of this form: A, B 0, D E 0, പിന്നെ 0 0 I. ഈ ഫോമിലാണ് നമ്മുടെ ക്യൂ ഉള്ളത്. ഇങ്ങനെയാണ് ക്യൂ ഉള്ളത്. അപ്പോൾ ഇനി കാര്യം വളരെ സിമ്പിളാ. നമ്മളെ ക്യൂ ഈ ഫോർമാറ്റ് ആണെന്ന് മനസ്സിലായി കഴിഞ്ഞു. അപ്പോൾ ക്യൂ ഈ ഫോർമാറ്റ് ആണെങ്കിൽ നമുക്കറിയാം ക്യൂവിൻ്റെ ഫസ്റ്റ് കോളം, സെക്കൻഡ് കോളവും അതുപോലെ തേർഡ് കോളം, ഓരോ കോളംസും പ്ലസ് ഓർ മൈനസ് ഐയോ പ്ലസ് ഓർ മൈനസ് ജിയോ പ്ലസ് ഓർ മൈനസ് കെയോ ആണെന്ന് മനസ്സിലായി. അപ്പോൾ ഇതിന് വളരെ ക്ലിയർ ആണ്. തേർഡ് കോളം എന്തായാലും എന്തേ പറ്റുള്ളൂ? 0 0 I എന്ന് പറഞ്ഞാൽ എന്താ പറ്റുള്ളൂ? 0 0 1 0 0 -1 പറ്റുള്ളൂ. ആൻഡ് നമുക്ക് ഓരോന്നോരോന്നോട് നോക്കാം. ഫസ്റ്റ് കോൾ ഉണ്ടല്ലോ Q1 വെക്ടർ, ഫസ്റ്റ് കോളാണ് Q1 വെക്ടർ. അപ്പോൾ Q1 വെക്ടർ നമുക്ക് എന്ത് ചെയ്യാം? I ആയിട്ട് ചൂസ് ചെയ്യാം. ഓക്കെ, I ആയിട്ട് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ സെക്കൻഡ് കോളം നമുക്ക് എന്ത് ചെയ്യാം? പ്ലസ് ജെയോ മൈനസ് ജെയോ എടുക്കാം. കാരണം തേർഡ് കോളം ഓട്ടോമാറ്റിക്കലി പ്ലസ് കെയോ മൈനസ് കെയോ ആവാൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിനർത്ഥം Q2 എന്ന് പറയുന്ന സാധനം നമ്മളുടെ പ്ലസ് ഓർ മൈനസ് ജെ ആയിരിക്കും. ആൻഡ് യുവർ Q3 വിൽ ബി പ്ലസ് ഓർ മൈനസ് കെ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവിടെ 4 കേസ് ഉണ്ടെന്ന് മനസ്സിലായി. 4 കേസ് ഉണ്ട്. ആൻഡ് ഇതേപോലെ തന്നെ നമ്മൾ Q2 നമ്മൾ മൈനസ് ഐ ചൂസ് ചെയ്തു. Q2 നമ്മൾ മൈനസ് ഐ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ Q2 എന്തായിരിക്കും? Q2 ഇതേപോലെ തന്നെ പ്ലസ് ഓർ മൈനസ് ജെ ആയിരിക്കും. ആൻഡ് യുവർ Q3 എന്തായിരിക്കും? Q3 എന്ന് പറയുന്ന സാധനം പ്ലസ് ഓർ മൈനസ് കെ ആയിരിക്കും. അപ്പോൾ ഇവിടെ 4 പോസിബിലിറ്റീസ് ഉണ്ടാവും. ആൻഡ് ഇത് Q1 നമ്മൾ ഐയും മൈനസ് ഐ ചൂസ് ചെയ്ത പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ജെയും മൈനസ് ജെയും ചൂസ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ ചൂസ് ചെയ്യാൻ പോവാണ്. Q1 വെക്ടർ ഞാൻ ജെ ആയിട്ട് ചൂസ് ചെയ്യാൻ പോവാം. ജെ ആയിട്ട് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ Q2 വെക്ടർ എന്തായിട്ടുണ്ടാവും? പ്ലസ് ഓർ മൈനസ് ഐ ആയി മാറിയിട്ടുണ്ടാവും. ആൻഡ് Q3 വെക്ടർ എന്തായിട്ടുണ്ടാവും? പ്ലസ് ഓർ മൈനസ് കെ ആയിട്ടുണ്ടാവും. അപ്പോൾ 4 കേസസ് ഉണ്ടാവും. ആൻഡ് അതേപോലെ തന്നെ Q1 വെക്ടർ നമ്മൾ എന്തായിട്ട് ചൂസ് ചെയ്തു? മൈനസ് ജെ ആയിട്ട് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് Q2 എന്ന് പറഞ്ഞ സാധനം പ്ലസ് ഓർ മൈനസ് ഐ ആയിട്ടുണ്ടാവും. ആൻഡ് Q3 എന്ന് പറഞ്ഞ സാധനം പ്ലസ് ഓർ മൈനസ് കെ ആയിട്ടുണ്ടാവും. അപ്പോൾ 4 കേസ്, മൊത്തം 16 ഡിഫറെൻറ്റ് പോസിബിലിറ്റീസ് ആണ് നമുക്കുള്ളത്. ഇത് ആക്ച്വലി ഈ കാര്യങ്ങളൊക്കെ വെക്ടേഴ്സിൻ്റെ ടേമിൽ ചിന്തിക്കുന്ന ആളുകൾക്ക് വളരെ സിമ്പിളാണ്. കാരണം മേട്രിസസിനെ വെക്ടേഴ്സിൻ്റെ ടേമിൽ ചിന്തിക്കാനാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത്. അങ്ങനെ ചിന്തിക്കുന്ന ആളുകൾക്ക് വളരെ സിമ്പിളാണ്. ആക്ച്വലി നമ്പേഴ്സ് 9 നമ്പർ മാറി 3 വെക്ടേഴ്സ് മാത്രമായി. അല്ലെങ്കിൽ 9 നമ്പറിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കണം. അതിന് പകരം 3 വെക്ടേഴ്സിനെ കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി. ഞാനിവിടെ ആക്ച്വലി ആ എൻട്രീസ് എലമെന്റ്സ് കൗണ്ട് ചെയ്യുന്നതിന് പകരം ആ കോളംസ് ആണ് കൗണ്ട് ചെയ്തിരിക്കുന്നത്. കോളംസ് എങ്ങനെയൊക്കെ വരാമെന്നുള്ളതാണ് കൗണ്ട് ചെയ്തത്. അപ്പോൾ ദി ആൻസർ വിൽ ബി 16 ആണ് അതിൻ്റെ റൈറ്റ് ആൻസർ. ഓക്കെ.